ലൈവില് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷിയാസ് കരീമും അതുപോലെ ശോഭ വിശ്വനാഥും ഒക്കെ വന്നപ്പോഴത്തേക്കും ഒന്നുകൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഒരുപാടൊന്നും വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ സത്യത്തിൽ കുറച്ച് സ്ട്രഗിൾ ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പെർട്ടിക്കുലർ സ്പേസ് ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്നിടത്തൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തത്. പക്ഷെ എങ്കിലും ഇനി അങ്ങോട്ട് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് വരാം. ബിഗ് ബോസ് ഈ സീസണിൽ കൊടുക്കുന്ന ഗെയിമൊക്കെ നല്ല അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരു ഷിയാസിനെയും ശോഭയും കൊണ്ടുവന്നത് നിങ്ങൾ ഒരിക്കലും കരുതരുത് അവർക്കത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണെന്ന്. അവർക്ക് പണി കൊടുക്കാൻ വേണ്ടി, 7ന്റെ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒനീലിനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒനീൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഷെഫ്, അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഒനീലിൻ്റെത്. അപ്പൊ ഒനീൽ നന്നായിട്ട് തന്നെ ആ ഒരു ഷെഫ് എന്നുള്ള ലെവലിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഹോട്ടലിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഒനീലിന് നന്നായിട്ട് അറിയാം. അതിന്റെയൊക്കെ രീതിയിൽ സീരിയസ് ആയിട്ട് ഒനീൽ ആ ഒരു ഗെയിമിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അഭി, നൂറ അവരുടെ ഒരു ബാത്റൂം ക്ലീനിങ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിന്നി ശരിക്കും പറഞ്ഞാൽ ബിന്നിയെ ആ ഒരു പുറത്ത് വെച്ചിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പ് വെച്ച് ഒന്ന് അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ ബിന്നി കുറച്ച് ട്രിഗർ ആയിട്ടുണ്ട്. അത് നന്നായിന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം വെച്ചാല് ബിന്നി കുറെ കൂടെ മനസ്സിലാക്കുന്നുണ്ട് താൻ ഇവിടെ ഈ ചെയ്യുന്ന ഗെയിം പലതും നെഗറ്റീവായിട്ട് ഒരു മാസ് ഓഡിയൻസിൽ എത്തുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു മനസ്സിലാക്കൽ ബിന്നിക്ക് നന്നായിട്ട് വൈൽഡ് കാർഡ് വന്ന സമയം തൊട്ടേ ഉണ്ട്. പിന്നെ അടുത്ത ഒരു കേസ് അനിമോൾ. ഓഫ് കോഴ്സ് ഞാൻ അനിമോളെ കുറിച്ച് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണെന്നറിയോ? നമുക്കൊരു സീസൺ തുടങ്ങുന്ന സമയത്ത് ആരാണോ നല്ല കോണ്ടന്റ് ആദ്യം തന്നു തുടങ്ങുന്നത് അവരെ നമ്മൾ ആദ്യം അവരെ കുറിച്ചായിരിക്കും പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ എത്ര പേര് എന്ത് ചെയ്താലും ഇവരെന്താണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത്, ഈ വിഷയത്തിൽ അവരുടെ ഒരു സ്റ്റാൻഡ് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതേ കണക്കുള്ള ആദ്യത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ച വ്യക്തി അനീഷ് ആയിരുന്നു. എല്ലാവരും അനീഷിനെയാണ് ശ്രദ്ധിച്ചത്. അതിനുശേഷം ഓരോ വിഷയത്തിലും അനീഷ് എടുക്കുന്ന സൈലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ സംസാരിക്കേണ്ടത് സംസാരിക്കും. കഴിഞ്ഞ ആ ഒരു ആഴ്ച ലാലേട്ടൻ വന്ന സമയത്ത് അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാത്തിലും പ്രതികരിക്കുന്നതല്ലേ, എന്നിട്ട് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ റെനയുടെ ആര്യന്റെയും കേസിലൊക്കെ അനീഷ് ആ ഒരു അവിടെ ആ ഒരു സ്ഥലത്ത് റെനയ്ക്കൊപ്പം സ്റ്റാൻഡ് ചെയ്തതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അനിമോളുടെ ആ ഒരു സമീപനം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അനിമോള് ശരിക്കും പറഞ്ഞാൽ ആര്യന്റെയൊക്കെ വിഷയം, ആര്യൻ ജിസയിൽ ഒന്നിച്ച് കിടന്നതിനെ വലിയൊരു വിഷയമാക്കിയ അനിമോള് ശരിക്കും ബാക്കി വിഷയങ്ങൾ വരുമ്പോൾ, ബാക്കി ഒരു ഹൗസിനകത്ത് ഒരു വലിയ അലിഗേഷൻസ്, ആരോപണങ്ങളൊക്കെ അവിടെ സംഭവിക്കുമ്പോൾ അനിമോള് ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അനിമോളുടെ കുറച്ചധികം പോയിന്റുകൾ അവിടെ ഇവിടെ പറയുന്നു. അനിമോളായിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കോൺവെർസേഷൻസോ ഡയലോഗ്സുകളോ മാത്രമാണ് അനിമോൾ എല്ലായ്പ്പോഴും വലിയ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനിമോളിന്റെ പാർട്ട് ഓഫ് ഗെയിം അത് മാത്രമാണ്. മറ്റൊരാളുടെ വിഷയത്തിലേക്ക് ഇടിച്ചു കയറി ആ വിഷയം അത് അങ്ങനെ ആവണമായിരുന്നു, ഇങ്ങനെ ആവണമായിരുന്നു എന്നൊന്നും അനിമോൾ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ ആ ഒരു ദിവസം ആ ഒരു എന്താ പറയാ പ്ലാച്ചി എടുത്ത് ഷിയാസ് എടുത്ത് എറിയുന്ന ഒരു സീൻ വന്നപ്പോ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാല് ഒന്നുമില്ലേലും ഈ പറഞ്ഞ ഷിയാസും ശോഭയൊക്കെ സത്യത്തിൽ ഒരു സീനിയർ ബിഗ് ബോസ് ആ ഒരു ഇതാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഷിയാസ് അത് എടുത്ത് എറിഞ്ഞതിനകത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തു. അതായത് അനിമോളെ നീ പ്ലാച്ചിയും വെച്ചോണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ അങ്ങോട്ട് കളിക്കുക, ഇത് ഞാൻ ഇതിനപ്പുറം ഞാൻ മേടിച്ചു തരാം. ആ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഭയങ്കര അലറി വിളിച്ച് അനിമോൾ കരയാണ്. അതൊരു കോണ്ടന്റ് ആക്കിയിട്ട് കാര്യമില്ല. ഒരു പ്ലാച്ചി എടുത്ത് എറിയുമ്പോൾ അലറി വിളിച്ച് കരയുന്ന അനിമോൾക്ക് പകരം അതൊരു ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഗെയിം, ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ എന്റെ ഇതിനെ എടുത്ത് എറിഞ്ഞു. അപ്പൊ അത് മറ്റൊരു തരത്തിൽ അനിമോൾ ബിഹേവ് ചെയ്തിരുന്നു എങ്കിലോ അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പക്ഷെ ഒരു നോർമലി സില്ലി ആയിട്ട് അനിമോൾ ഇത് കരയുന്നു. അതൊരു റിയൽ ഇമോഷനാണ്, കരച്ചിലൊരു നെഗറ്റീവ് ആണെന്ന് പറയുന്നില്ല. അതിരുന്ന് കരയുന്ന സമയത്ത് ഷിയാസും ശോഭയും വന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതും, അതായത് ഇത് ഇവിടെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഞാൻ എടുത്തെറിഞ്ഞു, നിനക്ക് പുറത്തിറങ്ങുമ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ വാങ്ങിച്ചു തരാം. അതായത് തമാശ രൂപയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ ഷിയാസിന് ഒരു ഇടിയൊക്കെ കിട്ടുന്നുണ്ട് അനിമോളുടെ കയ്യിൽ നിന്ന്. അപ്പൊ അതിന് ആളുകൾ മറുപടി ഞാൻ തിരിച്ചാണ് പുറത്തിറങ്ങുമ്പോൾ തരാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശോഭ ഭയങ്കരമായിട്ട് കരയുന്ന അനിമോളെ ശോഭ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നീ എന്തിനാണ് അനിമോളെ നീ ഇവിടെ വന്നത്, നീ ഇവിടെ വന്ന ആ ഒരു ഉദ്ദേശം നീ മറന്നു പോകുന്നുണ്ടോ? ഈ തരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശോഭ പറയുന്നുണ്ട്. സോ അനിമോൾ അതല്ലേ തന്നെ ഏഷ്യാനെറ്റിന്റെ ഒരു റീലിനകത്ത് നമ്മൾ കാണുന്നുണ്ട്.
അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ, അതായത് പ്രവീണുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ അഞ്ജലി പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, അനുമോൾ ഒരു സ്ട്രോങ്ങസ്റ്റ്, അതായത് പ്രൂവ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്, അതായത് നല്ലൊരു ഗെയിമർ ആണ്, സ്ട്രോങ് ഗെയിമർ ആണ് അനുമോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ഗെയിമറിനെ നമുക്ക് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ജിഷിനൊക്കെ ഇപ്പൊ നന്നായിട്ട് കയറി വരികയാണ്. അനുമോളുടെ കൂടെ നിന്ന് സപ്പോർട്ട് വാങ്ങിച്ച് കയറിപ്പോയ ഒരു വ്യക്തിയാണ് ജിഷിൻ. പക്ഷെ ഇപ്പൊ ജിഷിൻ സത്യം പറഞ്ഞാൽ അനുമോളുടെ ഒരു നിഴലായിട്ടൊന്നും ഇരിക്കുന്നില്ല, ഗ്രൂപ്പിസോ ഇല്ല, ഒന്നുമില്ല. ജിഷിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവരൊക്കെ പുറത്ത് എന്താണോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടൊരു ഗെയിം കളിക്കുമ്പോൾ ജിഷിനൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഏതായാലും ശരി, അനുമോൾ ഈ പറയുന്ന ഒരു ഗെയിമിന് ശേഷം ഇനി എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമന്റ് ചെയ്യുന്നുണ്ട്, വാ അനുമോൾ PR വീണ്ടും എത്തി, എവിടെയായിരുന്നു, തല്ലിക്കൊന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചോദിച്ചവർക്കൊക്കെ നന്ദി, നമസ്കാരം. കാരണം എന്ന് വെച്ചാൽ അനുമോൾ നന്നായിട്ട് ഗെയിം കളിച്ചാൽ അനുമോൾക്കേ കിട്ടത്തുള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് തുക്കട ഒന്നും ഇല്ല. ഏതായാലും ശരി, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ആ ഒരു ഷിയാസ് ആ ഒരു പാവ എടുത്തെറിഞ്ഞ, നമുക്ക് ഉറപ്പായിട്ട് അറിയാം ഷിയാസിന് അങ്ങനെ ഒരു പാവയൊക്കെ എടുത്തെറിയാനുള്ള റൈറ്റ് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയത്തില്ല. ലാലേട്ടൻ വരുമ്പോൾ ഷിയാസിനെ പിടിച്ച് പൊരിക്കാനൊന്നും പോകുന്നില്ല. ബിക്കോസ് അവര് ഹോട്ടൽ വിസിറ്റ് വന്നേക്കാണ്. അപ്പൊ അവർക്ക് അത് എന്ത് ചെയ്യാം, അവിടെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കി അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നീ എന്താണെന്ന് അറിയില്ല, എന്നാലും ശരി ലാലേട്ടൻ വന്ന് സംസാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാച്ചിയെ മിഡ് വീക്ക് എവിക്ഷൻ കൊണ്ടുപോയതോ അല്ലെങ്കിൽ പ്ലാച്ചി ഇപ്പൊ എവിക്റ്റ് ആയതോ, സഡൻ എവിക്ഷൻ, ഇതൊക്കെ നിങ്ങൾ എന്തായാലും കുറെ കമന്റ്സ് ഒക്കെ ഇട്ട് കാണുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് സീരിയൽ ഗ്രാൻഡ് മേൽ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.